ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് 12ാം ഭാവസ്ഥിതി ദുരിത ഭാവസ്ഥിതി വരുന്നതും പൂരം നക്ഷത്രക്കാർക്കാണെങ്കിൽ അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് ജൂലൈ മാസം 16-ാം തീയതിക്ക് ശേഷം ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു സമയങ്ങളിൽ ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഇനി കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. കാരണം കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ജൂലൈ മാസം 4-ാം തീയതി മുതൽ ജന്മരാശിയിൽ നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് കർമ്മ മേഖലകളിലെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിലാണെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ തോന്നുകയും കർമ്മപരമായിട്ട് പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കുമെല്ലാം മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും പൂരം നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യും.